ഹലോ ഗായ്സ്, ഗുഡ് ഈവനിങ്. നമ്മുടെ കേരള സ്റ്റോറി 2-ൻ്റെ ടീസർ റിലീസായി. അതിനുശേഷം നമ്മുടെ ഇൻ്റർനെറ്റ് ഫുള്ള് ഈ ബീഫ് കടന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാനായിട്ട് കുറയ്ക്കണ്ട. ബീഫിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വാ, നമുക്കെല്ലാം അറിയാം, ബീഫ് എന്ന് പറഞ്ഞാൽ വളരെ റിച്ച് ആയിട്ടുള്ളൊരു പ്രോട്ടീൻ സോഴ്സാണ്. അതേപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള 4 എസെൻഷ്യൽ വൈറ്റമിൻസ് ഈ ബീഫിലുണ്ട്. നിയാസിൻ, റൈബോഫ്ലേവിൻ, വൈറ്റമിൻ B6, വൈറ്റമിൻ B12. പിന്നെ ആവശ്യത്തിന് അയണും സിങ്കും അതിനായിട്ട് അടങ്ങിയിട്ടുണ്ട്. അത് ഇത്രയധികം സാധനങ്ങൾ ഇതിനകത്തുള്ളതുകൊണ്ട് തന്നെ കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട് ഈ ബീഫ് കഴിക്കുന്നതുകൊണ്ട്. അയണൊക്കെ അധികം ഉള്ളതുകൊണ്ട് ഈ അയൺ ഡെഫിഷ്യൻസി അനീമിയയ്ക്കും അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ കുറവുള്ള ആൾക്കാരിലൊക്കെ ബീഫ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ സിങ്ക് അധികമായിട്ടുള്ളതുകൊണ്ട് തന്നെ ടിഷ്യൂ ഹീലിങ്ങിനും മസിൽ ഗ്രോത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഫെർട്ടിലിറ്റിക്കും റീപ്രൊഡക്ഷനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിത് ഡെയിലി കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം റെഡ് മീറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഹൈ എമൗണ്ട് ഓഫ് കാലറിയും ഹൈ എമൗണ്ട് ഓഫ് ഫാറ്റും ഉണ്ട്. സോ കൊളസ്ട്രോളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇത് റെഗുലറായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു മീലല്ല. എന്നിരുന്നാലും നമ്മൾ എന്ത് കഴിക്കണം, എന്ത് കഴിക്കണ്ട, എന്ത് ധരിക്കണ്ട എന്നുള്ളതൊക്കെ തീരുമാനിക്കാനുള്ള റൈറ്റ് നമ്മുടേത് മാത്രമാണ്. അത് നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ്. അതിനകത്ത് പൊളിറ്റിക്സ് കുത്തിക്കയറ്റി ആൾക്കാരെ തമ്മിലടിപ്പിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഷോർട്ട് ടൈം ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ഗെയിൻ കിട്ടുമെന്നല്ലാതെ നമ്മുടെ രാജ്യത്തിനോ അവിടുത്തെ താമസിക്കുന്ന പൗരന്മാർക്കോ അതുകൊണ്ട് ഒരു വിധത്തിലുള്ള ഉപയോഗം ഉണ്ടാകാൻ പോകുന്നത്. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീഫിൻ്റെ റെസിപ്പി കമൻറ്റ് ചെയ്യുക. സോ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ക്യൂരിയസ്. സീ യു നെക്സ്റ്റ് വീഡിയോ.